അതിന്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടില്ല. സോ ഇക്വേഷൻ നോട്ട് ചെയ്യാം, അത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാം. COD കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഈക്വൽ ടു, ഇതിന്റെ യൂണിറ്റ് മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. ഇറ്റ്സ് ഈക്വൽ ടു V1 minus V2 divided by VE into N into 8 into 1000. What is V1? V1 is the volume of more salt used by the blank titration. COD calculation നമ്മൾ ആദ്യം blank titration ചെയ്യുന്നുണ്ടായിരുന്നു for the standardization of more salt solution. Standardized more salt solution ആണ് നമ്മൾ ഈ ടൈട്രേഷനെ യൂസ് ചെയ്യുന്നത്. ആ സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന മോർ സോൾട്ട് സൊല്യൂഷന്റെ വോളിയാണ് V1. Then what is V2? It is the volume of test sample. ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സാമ്പിളിന്റെ വോളിയാണ് V2. VE വോളിയം ഓഫ് എഫ്ലുവന്റ് സാമ്പിൾ ടേക്കൺ ഫോർ ദ ടെസ്റ്റ്. നമ്മളിവിടെ അൺറിയാക്റ്റഡ് K2Cr2O7 എടുക്കുന്നുണ്ടായിരുന്നു ഫോർ ടൈട്രേഷൻ. Its volume is V2. VE is the volume of sewage water. VE is the volume of sewage water. And N is the normality of more salt solution. So equation use ചെയ്തിട്ടുള്ള numericals. Question എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോളൂ. ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് ചെയ്തോളൂ, അത് നമുക്ക് 6th അവർ ചെയ്യാം. സ്ക്രീൻഷോട്ട് എടുത്തില്ലേ? ബ്രേക്കിന് സമയം കിട്ടുകയാണെങ്കിൽ ചെയ്തു നോക്കൂ, അല്ലെങ്കിൽ 6th അവർ ചെയ്യാം. ഓക്കെ, മുനിസിപ്പൽ വാട്ടർ ട്രീറ്റ്മെന്റ്. ഇങ്ങനെയാണ് മുനിസിപ്പൽ വാട്ടറിന്റെ ട്രീറ്റ്മെന്റ് വരുന്നത്. അതിലുള്ള ഇംപ്യൂരിറ്റീസിനെ എങ്ങനെ റിമൂവ് ചെയ്യാം? 2 സ്റ്റെപ്പാണുള്ളത്. റിമൂവൽ ഓഫ് സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസ് ആൻഡ് റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. There are 2 steps in municipal water treatment. First step, removal of suspended impurities. Second step, removal of microorganisms. So ഇതിൽ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ സ്റ്റെപ്പിലും പല പ്രോസസ്സസ് ഉണ്ട്. അതിലെ ആദ്യത്തെ സ്റ്റെപ്പിലുള്ള ഡിഫറെന്റ് പ്രോസസ്സസ് ഏതൊക്കെയാണ്? സോ റിമൂവൽ ഓഫ് സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസ്. സസ്പെൻഡഡ് സ്റ്റേറ്റിൽ കിടക്കുന്ന ഇംപ്യൂരിറ്റീസിന്റെ റിമൂവലിന് ഏതൊക്കെ മെത്തഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്? സസ്പെൻഷൻ അറിയാലോ, എന്താണ്? ട്രൂ സൊല്യൂഷന്റെയും പ്രസിപ്പിറ്റേറ്റിന്റെയും ഇടയിലാണ് ഈ സസ്പെൻഷൻ വരുന്നത്. എങ്ങനെയാണ് ഈ സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നത്? ഫസ്റ്റ് മെത്തേഡ്, സ്ക്രീനിങ്. It is the process of removing floating materials like wood pieces, leaves, etc. from water. ആ വാട്ടറിൽ ഫ്ലോട്ടഡ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാനാണ് സ്ക്രീനിങ് എന്നുള്ള പ്രോസസ്. സ്ക്രീനിങ് പ്രോസസ്. You can remove floating materials. അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? How can we remove these floating substances? We are passing the raw water through a screen having number of holes, which removes small and floating matters. We are passing water through a screen having number of holes. കുറേയധികം ഹോൾസ് ഉള്ള ഒരു സ്ക്രീനിലൂടെ വാട്ടർ പാസ് ചെയ്യുന്നു. ആ സമയത്ത് ഈ ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുന്നു. ആ സ്ക്രീനിൽ ഈ ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസ് വരുന്നു, ഹോൾസിലൂടെ വാട്ടർ താഴേക്ക് പോകുന്നു. That is screening. Then second, sedimentation. എന്താണ് sedimentation?
സെഡിമെന്റേഷൻ. കേട്ടിട്ടുണ്ടോ ആ ഒരു ടേം? സെഡിമെന്റേഷൻ. Here we are removing suspended impurities by allowing water to stand undisturbed for 2 to 6 hours in a large tank. ഇവിടെ നമ്മൾ ഏത് ഇമ്പ്യൂരിറ്റീസിനെയാണ് റിമൂവ് ചെയ്യുന്നത്? സസ്പെൻഡഡ് ഫോമിൽ ഇരിക്കുന്ന ഇമ്പ്യൂരിറ്റീസിനെയാണ് റിമൂവ് ചെയ്യുന്നത്. എങ്ങനെയാണ് സെഡിമെന്റേഷൻ പ്രോസസ്? We are allowing water to stand undisturbed for 2 to 6 hours in large tanks. നമ്മുടെ ഈ വാട്ടറിനെ ഒരു ടാങ്കിൽ 2 to 6 hours അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് നമ്മൾ അതിനൊരു ഡിസ്റ്റർബൻസ് കൊടുക്കാതെ വെക്കുന്നു. ഈ ഒരു ടൈം ഗ്യാപ്പ് കൊണ്ട് തന്നെ അതിലുള്ള സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസ് താഴെ സെറ്റിൽ ചെയ്യും. ആ താഴെ സെറ്റിൽ ചെയ്യും എന്നുള്ള പ്രോസസ്സിന് ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് വരുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അറിയാം, ഏതൊരു സബ്സ്റ്റൻസും താഴേക്ക് വരുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണല്ലോ. സോ ഈ വാട്ടറിലുള്ള സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസ് ദാറ്റ് സെറ്റിൽസ് ഡൗൺ ഡ്യൂ ടു ഗ്രാവിറ്റി. Due to gravitational force, suspended particles settle down at the bottom and are removed. ഇനി അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുന്ന വാട്ടറിലുള്ള സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് താഴെ സെറ്റിൽ ചെയ്യുന്നു and it is removed. And through sedimentation, 70 to 75% of suspended matter can be removed. Can remove 70 to 75% of suspended matter through sedimentation. Screening ഉണ്ടായിരുന്നു, sedimentation പറഞ്ഞു. ഇനി next method, that is coagulation. Coagulation മെത്തേഡിൽ ഏത് ഇംപ്യൂരിറ്റീസിനെയാണ് റിമൂവ് ചെയ്യുന്നത്? It's the method of removal of impurities in colloidal form and carrying negative charge. There will be charged impurities. In colloidal form in the water. ആ വാട്ടറിൽ പ്രസന്റ് ആയിരിക്കുന്ന ചാർജ്ഡ് കൊളോയിഡൽ ഇംപ്യൂരിറ്റീസിനെയാണ് കൊയാഗുലേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് റിമൂവ് ചെയ്യുന്നത്. How can we remove colloidal impurities through coagulation? ആ പ്രോസസ് എങ്ങനെയാണ് ചെയ്യുന്നത്? We are adding alum, Al2SO4 thrice, that is alum can be when we add alum, it hydrolyzes to form a gelatinous precipitate of AlOH thrice, aluminum hydroxide. Alum reacts with water to form AlOH thrice, which is a precipitate. This precipitate entraps colloidal impurities and it will be settled at the bottom, which can be removed. Alum വാട്ടറിലേക്ക് ആഡ് ചെയ്താൽ അവിടെ ആലത്തിന്റെ ഹൈഡ്രോളിസിസ് നടക്കുന്നു. ഹൈഡ്രോളിസിസ് നടന്നിട്ട് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു. ആ പ്രസിപ്പിറ്റേറ്റിലേക്ക് കൊളോയിഡൽ ഇംപ്യൂരിറ്റീസ് വരുന്നു. ആ ഇംപ്യൂരിറ്റീസ് പ്ലസ് പ്രസിപ്പിറ്റേറ്റ് ആ ടാങ്കിന്റെ ബോട്ടത്തിലേക്ക് സെറ്റിൽ ചെയ്യുന്നു. അത് നമ്മൾ റിമൂവ് ചെയ്യുന്നു. That is coagulation process. Then last one, filtration. ഏതൊക്കെ സബ്സ്റ്റൻസസ് ആണ് ഫിൽട്രേഷനിൽ നമ്മൾ റിമൂവ് ചെയ്യുന്നത്? It is a method to remove bacteria, color, taste
order, suspended particles. Through filtration, we can remove bacteria in the water, color, taste, and odor of water. And also, suspended particles can be removed using filtration method. Okay, then എങ്ങനെയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്? ഫിൽട്രേഷൻ എന്നുള്ള പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്? We can use sand filter. We can use sand filter, which consists of a tank containing thick beds of fine sand at the top, coarse sand and fine gravel, coarse gravel at the bottom. So how to remove bacteria, color, taste, odor, and suspended particles? We are using sand filter. We are using sand filter to remove these impurities. അതിനു വേണ്ടിയിട്ട് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന 3 ടൈപ്സ് ഓഫ് സാൻഡ് അല്ലെങ്കിൽ കല്ലുകൾ യൂസ് ചെയ്തിട്ട്, അവിടെ പറയുന്ന കോയേഴ്സ് സാൻഡും ഗ്രേവൽ കോയേഴ്സും ഒക്കെ കല്ലുകളാണ്. നമ്മൾ പറയില്ലേ പരിക്കൻ കല്ല്, ചെറിയ കല്ല് എന്നൊക്കെ പറയുന്ന ടൈപ്പ് കല്ലുകളെ യൂസ് ചെയ്തിട്ടാണ് സെക്കൻഡ് ആൻഡ് തേർഡ് ലെയർ ഉണ്ടാകുന്നത്. കോയേഴ്സ് സാൻഡ് ആൻഡ് ഫൈൻ ഗ്രേവൽ, കോയേഴ്സ് ഗ്രേവൽ. സോ എന്താണ് ഈ സാൻഡ് ഫിൽറ്ററിൽ ഇങ്ങനെയുള്ള 2-3 ബെഡ്സ് ഉണ്ടാവും. ആ ലെയേഴ്സിനെ ഇവിടെ പറയുന്നത് ബെഡ്സ് എന്നാണ്, BED ബെഡ്സ്. ആ ബെഡില് 3 ലെയർ ആണ്. ടോപ്പിലുള്ള ലെയറിൽ ഫൈൻ സാൻഡ് ആണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സാൻഡ് ആണ്, ടൈപ്പ് സാൻഡ് ആണ്. പിന്നെ സെക്കൻഡ് കല്ലുകളാണ്. Then third, at the bottom, ഏറ്റവും താഴെയുള്ള കല്ലുകൾ പറയില്ലേ ചരല് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കല്ല്, ചരലിന്റെ കല്ല് അങ്ങനെയൊക്കെ പറയില്ലേ, ആ ടൈപ്പാണ് ഏറ്റവും താഴെയുള്ളത്. ഇനി എന്താണ് വാട്ടർ പാസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവിടെ നടക്കുന്ന ഇന്ററാക്ഷൻസ്? ആസ് വാട്ടർ പാസസ് ത്രൂ ദ ഫിൽട്ടറിംഗ് മീഡിയം, ഇറ്റ് ഫ്ലോസ് ത്രൂ വേരിയസ് ബെഡ് ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ ഓരോ ബെഡിലൂടെയും വാട്ടർ പാസ് ചെയ്യുന്നു. നമുക്കറിയാം താഴേക്ക് വാട്ടർ വരുന്നത് ഗ്രാവിറ്റി കൊണ്ടാണ്, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. സോ ഈ ഓരോ ബെഡിലൂടെയും വാട്ടർ പാസ് ചെയ്യും. വാട്ടർ പാസ് ചെയ്താൽ ആ ഓരോ ലെയറിൽ നിന്നും ഓരോ ബെഡിൽ നിന്നും ഈ പറഞ്ഞിരിക്കുന്ന ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നു. ഓരോ ലെയറും അതിൻ്റെതായ ഫങ്ഷൻസ് ചെയ്യുന്നു. ഏതൊക്കെ ലെയറിൽ നിന്നാണ് ഏതൊക്കെ ഇംപ്യൂരിറ്റീസ് ആണ് റിമൂവ് ആവുന്നത്. അങ്ങനെ ടോട്ടലി ഈ 3 ബെഡിലൂടെയും പാസ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ വാട്ടറിലുള്ള ബാക്ടീരിയ, വാട്ടറിന്റെ കളർ, ടേസ്റ്റ്, ഓർഡർ, ഇതുപോലെ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. അതുകൊണ്ട് എന്തുണ്ടാവും? ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ, ഏറ്റവും ടോപ്പിലുള്ള സാൻഡ് ലെയർ, സാൻഡ് ബെഡ് ലെയറിനെ ബെഡ് എന്ന് പറയുന്നു. അതുകൊണ്ട് സാൻഡ് ബെഡ്. ആ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് കൊണ്ട് ഈ സാൻഡ് ബെഡിലെ പോർസ് ഒക്കെ ക്ലോഗ് ചെയ്ത് പോവാം. നമുക്കറിയാം ആ വാട്ടറിൽ ഇംപ്യൂരിറ്റീസ് ഉണ്ട്. ഇംപ്യൂരിറ്റീസ് ഈ സാൻഡ് ബെഡിലെ പോർസിനെ ക്ലോഗ് ചെയ്യുന്നു, ആ പോർസിനെ ബ്ലോക്ക് ചെയ്യുന്നു. ആ ക്ലോഗിങ് കൊണ്ട്, ആ പോർസിന്റെ ആ ക്ലോഗിങ് കൊണ്ട് ഫിൽട്രേഷന്റെ റേറ്റ് ഡിക്രീസ് ചെയ്യുന്നു. റേറ്റ് ഓഫ് ഫിൽട്രേഷൻ decreases due to clogging of pores of sand beds. Therefore, it requires replacement of sand bed with clean sand. So already clog ചെയ്ത സാൻഡിനെ നമ്മൾ റിമൂവ് ചെയ്ത് ക്ലീൻ ആയിട്ടുള്ള സാൻഡ് റീപ്ലേസ് ചെയ്യുന്നു. ക്ലോഗ് ചെയ്ത പോർ യൂസ് ചെയ്താൽ ഫിൽട്രേഷൻ റേറ്റ് കുറയും. അതുകൊണ്ട് നമ്മൾ ആ ക്ലോഗ് ചെയ്ത ബെഡിനെ റിമൂവ് ചെയ്ത്
ക്ലീൻ ആയിട്ടുള്ള സാൻഡ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. And through filtration method, bacteria are partly removed. Bacteria can be removed by filtration method. So clear ആണോ ഈ 4 പ്രോസസ്? സ്ക്രീനിങ്, സെഡിമെന്റേഷൻ, കൊയാഗുലേഷൻ ആൻഡ് ഫിൽട്രേഷൻ. പിന്നെ അതിലൊന്നുകൂടെ പറയുന്നത് എയറേഷൻ ആണ്. എയറേഷൻ എന്ന് വെച്ചാൽ വാട്ടറിലേക്ക് ഓക്സിജൻ എയർ പാസ് ചെയ്യുന്നു, സമയത്ത് വാട്ടറിലുള്ള ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നു. ഈ 4 മെത്തേഡ്സ് ക്ലിയർ ആണോ? നിങ്ങളോട് എസ് എ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ മുനിസിപ്പൽ വാട്ടർ ട്രീറ്റ്മെന്റ് ഈ S1 എക്സാം എസ് എ ക്വസ്റ്റ്യൻ ആയിരുന്നു. മുനിസിപ്പൽ വാട്ടർ ട്രീറ്റ്മെന്റിൽ എസ് എ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ റിമൂവൽ ഓഫ് സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസ് ഈ 4 മെത്തേഡ് എഴുതുക. റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസംസ് അടുത്ത് പറയാൻ പോകുന്ന മെത്തേഡ്സും എഴുതുക. ഇനി അങ്ങനെ എസ് എ ക്വസ്റ്റ്യൻ അല്ല, ഇതിന്റെ ഇടയിൽ നിന്നാണ് ചോദിക്കുന്നതെങ്കിൽ എന്നുവെച്ചാൽ റിമൂവൽ ഓഫ് സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസ് എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഈ 4 മെത്തേഡ് മാത്രം എഴുതുക. അതുപോലെ റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസംസ് അതിന് വേണ്ടിയിട്ടാണ് ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡ്സ്. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അതിനനുസരിച്ച് ആൻസർ ചെയ്യാം. ഏതെങ്കിലും ഒരു ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അത് മാത്രം ചെയ്യുക. ഓക്കെ, ഇനി എങ്ങനെയാണ് മുനിസിപ്പൽ വാട്ടറിലുള്ള മൈക്രോ ഓർഗാനിസംസിനെ റിമൂവ് ചെയ്യുന്നത്? റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. For that we are using disinfection methods or sterilization method. എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടോ മറ്റോ വന്നാൽ എന്താണ് ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ എഴുതുക. പ്രോസസ് ഓഫ് ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡ് ഇസ് എ പ്രോസസ് ഓഫ് ഡിസ്ട്രോയിങ് ഓർ കില്ലിംഗ് ദ പാത്തോജനിക് ബാക്ടീരിയ, മൈക്രോ ഓർഗാനിസംസ് എക്സെട്ര ഫ്രം വാട്ടർ ടു മേക്ക് ഇറ്റ് സേഫ് ഫോർ യൂസ്. It's the process of destroying or killing the pathogenic bacteria or microorganisms from water to make it safe for use. ഏതൊക്കെ മെത്തേഡാണ്, ഏതൊക്കെ ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡാണ് നമ്മുടെ സിലബസിലുള്ളത്? There are 3 methods. നമ്മുടെ സിലബസിലുള്ളത് 3 മെത്തേഡ്സ് ആണ്. ക്ലോറിനേഷൻ, ഡിസ്ഇൻഫെക്ഷൻ ബൈ UV ലൈറ്റ് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ ബൈ ഓസോൺ. ഈ 3 മെത്തേഡ്സ് ആണ് നമ്മുടെ സിലബസിലുള്ളത്. സോ എക്സാമിന് നമുക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം? ഏതെങ്കിലുമൊക്കെ ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡ്സ് ചോദിക്കാം. ക്ലോറിനേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം, ഡിസ്ഇൻഫെക്ഷൻ ബൈ UV ലൈറ്റ് പറയാം, ഡിസ്ഇൻഫെക്ഷൻ ബൈ ഓസോൺ, അങ്ങനെ സ്പെസിഫിക്കലി ചോദിക്കാം. അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡ്സിനെ കുറിച്ച് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കാം. ഓക്കെ, ഈസിയാണ്, നോക്കാം. ക്ലോറിനേഷൻ. What is chlorination? ക്ലോറിൻ ആഡ് ചെയ്യുന്ന പ്രോസസ് ആണ് ക്ലോറിനേഷൻ. ആ ക്ലോറിനെ നമുക്ക് എങ്ങനെയൊക്കെ ആഡ് ചെയ്യാം? ആഡ് ക്ലോറിൻ ആസ് ഗ്യാസ് ഓർ ഇൻ ദ ഫോം ഓഫ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഇൻ വാട്ടർ. സോ ക്ലോറിനെ ആഡ് ചെയ്യുന്ന പ്രോസസ് ആണ് ക്ലോറിനേഷൻ. ക്ലോറിനെ എങ്ങനെയൊക്കെ ആഡ് ചെയ്യാം? യു ക്യാൻ ആഡ് ക്ലോറിൻ ആസ് ഗ്യാസ്, ഗേഷ്യസ് ഫോമിൽ ആഡ് ചെയ്യാം, ഓർ ഇൻ ദ ഫോം ഓഫ് concentrated solution in water. Chlorine containing substance, bleaching powder നമ്മൾ യൂസ് ചെയ്യുന്നതാണല്ലോ, പ്ലസ് വാട്ടർ. ആ ക്ലോറിൻ കണ്ടെയ്ൻ ചെയ്യുന്ന സബ്സ്റ്റൻസും വാട്ടറും കൂടെ ഒരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആക്കി അത് ആഡ് ചെയ്യാം. അങ്ങനെ 2 വേസ് ആണ്. ദെൻ ഇനി ക്ലോറിനേഷൻ എന്നുള്ള പ്രോസസ്സിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? അറിയാം, മൈക്രോ ഓർഗാനിസംസിനെ ഡിസ്ട്രോയ് ചെയ്യാന്നുള്ളതാണ് ക്ലോറിനേഷന്റെ എയിം. അതെങ്ങനെയാണ് മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യുന്നത്? ഓൺ ആഡിങ് ക്ലോറിൻ ടു വാട്ടർ there will be formation of HOCl. On adding chlorine to water there is formation of HOCl, which is a powerful germicide. ആ വാട്ടറിൽ പ്രസന്റ് ആയിരിക്കുന്ന ജേംസിനെയൊക്കെ കില്ല് ചെയ്യുന്ന കോമ്പൗണ്ട് ആണ് ഈ HOCl.
എന്താണ് HCl? ഹൈപ്പോക്ലോറസ് ആസിഡ്. ഹൈപ്പോക്ലോറസ് ആസിഡ്. വാട്ടറുമായിട്ട് ക്ലോറിൻ റിയാക്ട് ചെയ്ത് HCl ഫോം ചെയ്യുന്നു. എന്താണ് റിയാക്ഷൻ? Cl2 plus H2O gives HCl plus HOCl. Cl2 നമ്മൾ ആഡ് ചെയ്യുന്ന ക്ലോറിൻ H2O വാട്ടർ റിയാക്ട് ചെയ്തിട്ട് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്ലസ് HOCl ഹൈപ്പോക്ലോറസ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ് ജെർമിസൈഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ജെർമിസൈഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ HOCl എങ്ങനെയാണ് മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യുന്നത്? HOCl reacts with bacteria and inactivate enzymes responsible for the metabolic activities. HOCl inactivate enzyme of bacteria which is responsible for its metabolic activities. So, ബാക്ടീരിയയുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടത്താൻ യൂസ് ചെയ്യുന്ന എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യുക. അതാണ് HOCl ചെയ്യുന്നത്. മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടന്നില്ലെങ്കിൽ ആ ബാക്ടീരിയ ഡിസ്ട്രോയ് ചെയ്യപ്പെടും. HOCl പ്ലസ് ബാക്ടീരിയ എന്താവും? ഡിസ്ട്രക്ഷൻ ഓഫ് ബാക്ടീരിയ. ക്ലോറിനേഷൻ എക്സാമിന് ചോദിച്ചാൽ ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ എഴുതണം. എങ്ങനെയാണ് ക്ലോറിൻ ആഡ് ചെയ്യുന്നത്? ക്ലോറിൻ വാട്ടറിലേക്ക് ആഡ് ചെയ്താൽ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണ്? ആ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഒരു ജെർമിസൈഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഇനാക്ടിവേറ്റ് എൻസൈം റെസ്പോൺസിബിൾ ഫോർ മെറ്റബോളിക് ആക്ടിവിറ്റീസ്. ഓക്കെ, നമുക്കറിയാം ക്ലോറിൻ ആഡ് ചെയ്യാന്നുള്ള പ്രോസസ്സ് കൊണ്ട് ആ ക്ലോറിനിലുള്ള മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏത് ലെവൽ വരെ നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യണം? വാട്ടറിലേക്ക് ക്ലോറിൻ നമ്മൾ ഏത് ലെവൽ വരെ ആഡ് ചെയ്യണം? അതിലുള്ള മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യുന്നത് വരെ ആഡ് ചെയ്യണം. അതാണ് ബ്രേക്ക് പോയിന്റ് ഓഫ് ക്ലോറിനേഷൻ. എന്താണ് ബ്രേക്ക് പോയിന്റ് ഓഫ് ക്ലോറിനേഷൻ? ഇറ്റ് റെഫേഴ്സ് ടു chlorination of water to such an extent that living organisms as well as organic impurities in water are destroyed. Breakpoint of chlorination refers to chlorination of water to such an extent that living organisms as well as other organic impurities in water are destroyed. So, chlorination, break point of chlorination. വാട്ടറിലുള്ള ഓർഗാനിക് ഇമ്പ്യൂരിറ്റീസിനെയും ലിവിങ് ഓർഗാനിസത്തിനെയും ഡിസ്ട്രോയ് ചെയ്യുന്നത് വരെ ക്ലോറിൻ ആഡ് ചെയ്യാം. അതാണ് ബ്രേക്ക് പോയിന്റ് ഓഫ് ക്ലോറിനേഷൻ. ഈ ക്ലോറിൻ ആഡ് ചെയ്താൽ എന്തൊക്കെ റിയാക്ഷൻസ് ആണ് ആ വാട്ടറിൽ നടക്കുന്നത്? There will be oxidation, reduction and destruction of pathogenic bacteria. Chlorine oxidizes organic matter, reduces some substances including ammonia, and chlorine destructs pathogenic bacteria. Chlorination clear ആണോ? ഡിസിൻഫെക്ഷനിലെ ഫസ്റ്റ് മെത്തഡ് ആണ് ക്ലോറിനേഷൻ. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് എന്തായിരുന്നു? സെക്കൻഡ് മെത്തേഡ് ഡിസിൻഫെക്ഷൻ ബൈ UV ലൈറ്റ്. എവിടെയാണ് നമ്മൾ UV ലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഡിസിൻഫെക്ഷൻ കാണുന്നത്? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? Disinfection by UV light. വാട്ടർ പ്യൂരിഫയേഴ്സിലൊക്കെ ഡിസിൻഫെക്ഷൻ ബൈ UV ലൈറ്റ് നടക്കുന്നതാണല്ലോ. വാട്ടർ പ്യൂരിഫയേഴ്സ് UV ലൈറ്റ് യൂസ് ചെയ്തിട്ട്
വാട്ടറിലുള്ള മൈക്രോ ഓർഗാനിസംസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. എങ്ങനെയാണ് യു വി ലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഡിസിൻഫെക്ഷൻ മെത്തേഡ്? ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ എക്സ്പോസിങ് വാട്ടർ ടു യു വി റേസ്. സോ നമ്മുടെ ആ ഒരു ഇൻസ്ട്രുമെന്റിൽ യു വി റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സ് ഉണ്ടാവും. ആ യു വി റേസുമായിട്ട് വാട്ടർ ഇന്ററാക്ട് ചെയ്യുന്നു, വാട്ടർ കോണ്ടാക്റ്റിൽ വരുന്നു. കോണ്ടാക്റ്റിൽ വന്നാൽ എങ്ങനെയാണ് യു വി റേസ് ഈ മൈക്രോ ഓർഗാനിസംസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്? യു വി ലൈറ്റ് പെനിട്രേറ്റ്സ് സെൽ വാൾ ഓഫ് ഓർഗാനിസംസ് ആൻഡ് ഡിസ്റപ്റ്റ്സ് ഇറ്റ്സ് ജനറ്റിക് ആക്ടിവിറ്റീസ്, മേക്കിംഗ് റീപ്രൊഡക്ഷൻ ഇംപോസിബിൾ. എന്താണ് ചെയ്യുന്നത്? യു വി ലൈറ്റ് പെനിട്രേറ്റ്സ് സെൽ വാൾ ഓഫ് ഓർഗാനിസം. ഈ പറഞ്ഞിരിക്കുന്ന മൈക്രോ ഓർഗാനിസംസിന്റെ സെൽ വാളിന്റെ ഉള്ളിലൂടെ യു വി ലൈറ്റ് പാസ് ചെയ്യും, പെനിട്രേറ്റ് ചെയ്യും. And it disrupts genetic activities of bacteria or microorganisms. അതിന്റെ ജനറ്റിക് ആക്ടിവിറ്റിയെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഡിസ്ട്രക്ഷൻസ് നടന്നാൽ റീപ്രൊഡക്ഷൻ വിൽ ബി ഇംപോസിബിൾ ഫോർ മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ. ജനറ്റിക് ആക്ടിവിറ്റീസിലുള്ള ഡിസ്ട്രപ്ഷൻസ് ബാക്ടീരിയയുടെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ റീപ്രൊഡക്ഷൻ ഇംപോസിബിൾ ആക്കുന്നു. റീപ്രൊഡക്ഷൻ ഇംപോസിബിൾ ആക്കിയാൽ അവിടെ നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് കുറയുന്നു ആൻഡ് വാട്ടർ ഗെറ്റ്സ് പ്യൂരിഫൈഡ്. ജുമീന, ഇനി എങ്ങനെയാണ് ഡിസ്റപ്ഷൻ ഓഫ് ജനറ്റിക് ആക്ടിവിറ്റീസ്? Absorption of UV light by microorganisms results in photochemical change to nucleic acids. നമ്മൾ പറഞ്ഞു യു വി ലൈറ്റ് ഈ സെൽ വാളിലൂടെ പെനിട്രേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ പെനിട്രേറ്റ് ചെയ്യുന്ന യു വി ലൈറ്റ് മൈക്രോ ഓർഗാനിസത്തിന്റെ ന്യൂക്ലിക് ആസിഡ്, RNAയോ DNA അതിലൊരു ഫോട്ടോ കെമിക്കൽ ഡാമേജ് ക്രിയേറ്റ് ചെയ്യുന്നു. യു വി ലൈറ്റ് സെൽ വാളിലൂടെ കടന്ന് ന്യൂക്ലിക് ആസിഡിലെത്തി, അത് RNA ആണോ DNA ആണോ ഡിപ്പെൻസ്. എന്നിട്ട് അവിടെ ഒരു ഫോട്ടോ കെമിക്കൽ ചേഞ്ച് കോസ് ചെയ്യും. എന്താണ് ആ ഫോട്ടോ കെമിക്കൽ ചേഞ്ച്? ഹൈ എനർജി ഓഫ് യു വി റേഡിയേഷൻ ഫോംസ് ന്യൂ ബോൺഡ്സ് ബിറ്റ്വീൻ adjacent nucleotides. There will be formation of new bonds between adjacent nucleotides. നമ്മളെ DNA-യും RNA ഒക്കെ എങ്ങനെ ഉണ്ടാവുക? ഡബിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും. അതിന്റെ ഇതാണ് ന്യൂക്ലിയോടൈഡ്സ് അല്ലെ. ആ ന്യൂക്ലിയോടൈഡ്സ് തമ്മിൽ പുതിയ ബോൺഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. റിസൾട്ട് ഇൻ ഡൈമേഴ്സ്. നമ്മുടെ ഡൈമേഴ്സ് എന്ന് പറയുന്നത് 2 യൂണിറ്റ് ഒരുമിച്ച് വരുന്നതിനെയാണ്. രണ്ട് യൂണിറ്റ്സ് ഒരുമിച്ച് വരുന്നു, അതിനെയാണ് ഡൈമേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്ത് ഡൈമർ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഡൈമർ ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് ആ ബാക്ടീരിയയുടെ ജനറ്റിക് ആക്ടിവിറ്റി അല്ല, യൂഷ്വൽ ജനറ്റിക് ആക്ടിവിറ്റി അല്ല. ആ യൂഷ്വൽ ജനറ്റിക് ആക്ടിവിറ്റിക്ക് ഒരു ഡിസ്റപ്ഷൻ വരുന്നു, thereby killing that pathogens. ഇങ്ങനെയാണ് മൈക്രോ ഓർഗാനിസത്തിലെ ജനറ്റിക് ആക്ടിവിറ്റീസ് ഡിസ്റപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, യു വി ലൈറ്റ്, അതിന്റെ ഒരു ഡിസിൻഫെക്ഷൻ ബൈ യു വി ലൈറ്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവിടെ ഒരു കെമിക്കൽസും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു കെമിക്കൽസിനെയും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പ്യുവർലി ആ ലൈറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ക്ലോറിനേഷനിൽ HOCl ഫോം ചെയ്യുന്നുണ്ടായിരുന്നു, ഇവിടെ അങ്ങനെ ഒരു കെമിക്കൽ ഫോം ചെയ്യുന്നില്ല, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുമില്ല. Disinfection by UV light is used in domestic and commercial water purification systems since
The process does not introduce any chemicals. ഹെൽത്തിന് ഓക്കെയാണ്, കോസ്റ്റ്ലി അല്ല. കെമിക്കൽസിന്റെ ആ ഒരു കോസ്റ്റ് ഒക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും, അതുപോലെ ഹെൽത്തിയർ ആണ്, വേറെ കെമിക്കൽസ് ഇല്ല, അതിനൊരു സൈഡ് എഫക്റ്റും ഇല്ല. ദാറ്റ് ഈസ് ഡിസ്ഇൻഫെക്ഷൻ ബൈ UV ലൈറ്റ്. എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് ജനറ്റിക് ആക്ടിവിറ്റിയെ ഡിസ്റപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള പോയിന്റ്സ് എഴുതണം. Then last, disinfection by ozone. Disinfection by ozone. എങ്ങനെയാണ്? Produced by, how can we produce ozone? Ozone is produced by passing silent electric discharge through dry air or oxygen. Disinfection by ozone. It is produced by passing silent dielectric discharge through air or oxygen. 3O2 gives 2O3. O3 എന്താണ്? ഓസോൺ ആണ്. ഇനി ഓസോൺ ആണോ ഡയോക്സിജൻ? O2 ആണോ സ്റ്റേബിൾ? O3 ആണോ O2 ആണോ സ്റ്റേബിൾ? O3 ഓസോൺ, O2 ഓക്സിജൻ മോളിക്യൂൾ, ഡയോക്സിജൻ. ഏതാണ് സ്റ്റേബിൾ? യെസ്, O2 ആണ് സ്റ്റേബിൾ, ഡയോക്സിജൻ. ഓക്കെ, ഡയോക്സിജൻ O2 ആണ് സ്റ്റേബിൾ. നമുക്കറിയാം ഓസോൺ ഇറ്റ് ഈസ് highly unstable, therefore it breaks into dioxygen and nascent oxygen. Ozone is highly unstable, it breaks down to nascent oxygen and dioxygen. ഇനി ഈ nascent oxygen സ്പെഷ്യാലിറ്റി എന്താണ്? It is a powerful oxidizing agent. Nascent oxygen is a powerful oxidizing agent that kills bacteria and oxidizes organic matter in the water. ഈ ഒരു nascent oxygen ആണ് ഇവിടെയുള്ള ഡിസിൻഫെക്ഷൻ എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്നത്. ബാക്ടീരിയ കില്ല് ചെയ്യാനാണെങ്കിലും ഓർഗാനിക് മാറ്ററിന്റെ ഓക്സിഡേഷൻ ആണെങ്കിലും രണ്ടും ചെയ്യുന്നത് nascent oxygen ആണ്. What is this? Ozone is released or injected into the water and are allowed to come in contact with the sterilization tank. എങ്ങനെയാണ് ഈ വാട്ടറിലേക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കാം ഓസോണിനെ റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻജെക്ട് ചെയ്യാം, വാട്ടറിലേക്ക് ഇൻജെക്ട് ചെയ്യാം. എന്നിട്ട് അത് കുറച്ച് സമയം നമ്മളിങ്ങനെ പ്രോസസ് ചെയ്യാൻ വേണ്ടി വെക്കുന്നു. ആ സമയത്ത് ബാക്ടീരിയ കില്ല് ചെയ്തു, ഓർഗാനിക് മാറ്ററിന്റെ ഓക്സിഡേഷനും നടക്കുന്നു. നിങ്ങൾ ഈ 3 മെത്തേഡ് പഠിച്ചല്ലോ. 3 മെത്തേഡിലും UV ലൈറ്റിൽ മാത്രമാണ് ഒരു കെമിക്കലും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത മെത്തേഡ്. ഇവിടെയാണെങ്കിൽ നേസന്റ് ഓക്സിജൻ ഉണ്ട്, ക്ലോറിനേഷനിലാണെങ്കിൽ HOCl പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡിസിൻഫെക്ഷൻ മെത്തേഡ്സ് 3 മെത്തേഡും ക്ലിയർ ആണോ? ഇതാണ് മുനിസിപ്പൽ വാട്ടർ ട്രീറ്റ്മെന്റ്. അപ്പൊ എന്തൊക്കെയാണ് അതിൽ വരുന്നത്? മുനിസിപ്പൽ വാട്ടർ ട്രീറ്റ്മെന്റിൽ വരുന്നതാണ് റിമൂവൽ ഓഫ് സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസ്, റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അതിന്റെ ആ സബ് ടൈറ്റിൽസിന് താഴെ വരുന്ന പ്രോസസ്സസ് ഏതൊക്കെയാണ്? ഇനി അത് ഓരോന്നായിട്ട് ചോദിച്ചാൽ അങ്ങനെ ആൻസർ ചെയ്യാം. സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ്. എന്താണ് സീവേജ് വാട്ടർ? എന്താണ് സീവേജ് വാട്ടർ? നമ്മുടെ ഈ വീടുകളിൽ നിന്നും അതുപോലെ ഇൻഡസ്ട്രീസിൽ നിന്നും ഒക്കെ പുറത്തേക്ക് വരുന്ന വാട്ടറില്ലേ, വേസ്റ്റ് വാട്ടർ, അതാണ് സീവേജ് വാട്ടർ. സീവേജ് വാട്ടർ is a type of wastewater produced by a community of people. ഡയറക്ട്ലി ഡെഫിനിഷൻ ആണ് കേട്ടോ, അത് ഡെഫിനിഷൻ ആണ്. From residences, commercial, institutional and public facilities that exist in the locality. ഇനി അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? സീവേജ് വാട്ടറിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഡൊമസ്റ്റിക് വാട്ടർ ബോൺ
വേസ്റ്റസ് ആൻഡ് ഇൻഡസ്ട്രിയൽ വാട്ടർ ബോൺ വേസ്റ്റസ്. വീടുകളിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ, അതിൽ വീട്ടിൽ നിന്നുള്ള വേസ്റ്റ് ഒക്കെ ഉണ്ടാവും, അതുപോലെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വേസ്റ്റ് ഉണ്ടാവും. അതൊക്കെയാണ് ഈ സീവേജ് വാട്ടറിൽ ഉള്ളത്. ഈ ഒരു സീവേജ് വാട്ടർ നമ്മൾ എവിടെ ഡിസ്പോസ് ചെയ്യുന്നതിന് മുമ്പും അതിനെ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണം. അതിന്റെ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഏതൊരു സോഴ്സിലേക്കും, ഇത് റിവർ ആണെങ്കിലും ലേക്ക് ആണെങ്കിലും ലാൻഡ് ആണെങ്കിലും ഏത് സോഴ്സിലേക്കും ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ. എങ്ങനെയാണ് ഈ സീവേജ് വാട്ടറിന്റെ ട്രീറ്റ്മെന്റ് വരുന്നത്? അതിനും ഈ പറഞ്ഞതുപോലെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഈ ഫിഗർ നമ്മുടെ റെഫറൻസിലുള്ളതാണ്, റെഫറൻസ് ബുക്കിലെ ഫിഗർ ആണ്. കഴിഞ്ഞ എക്സാമിന് ഈ ഫിഗറിന് 2.5 മാർക്ക് കൊടുത്തിരുന്നു ആൻസർ കീയിൽ. ക്വസ്റ്റ്യൻ ചോദിച്ചത് സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് ആണ്. 2.5 മാർക്ക് ഈ ഒരു ഫിഗറിനാണ് കൊടുത്തത്. ഇങ്ങനെയാണ് സീവേജ് വാട്ടർ. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്ക്രീനിങ് ആണ്. സ്ക്രീനിങ് എന്തായിരുന്നു? അതിലുള്ള ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നു. Then we are adding alum for sedimentation process, and there will be aerobic and anaerobic oxidation. Aerobic air in the presence ആണോ absence ആണോ? Aerobic oxidation presence ആണോ absence ആണോ? പ്രസൻസിലാണ്. എനൈറോബിക് ആണെങ്കിൽ ആബ്സെൻസ് ആണ്. എയറോബിക് ഈ സെഡിമെന്റേഷൻ പ്രോസസ്സിന് ശേഷം വരുന്നത്. എയറോബിക് ഓക്സിഡേഷൻ ആണെങ്കിൽ അത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് മെത്തേഡ് ഉണ്ട്, ട്രിക്ലിംഗ് ഫിൽട്ടർ മെത്തേഡും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സെഡിമെന്റേഷൻ ഫോളോഡ് ബൈ ക്ലോറിനേഷൻ. ഇനി എനൈറോബിക് കണ്ടീഷനിലാണെങ്കിൽ USAB പ്രോസസ് ആണ് ചെയ്യുന്നത്. അതെന്താണെന്ന് നമുക്ക് പറയാനുണ്ട്. USAB പ്രോസസ്സ് കഴിഞ്ഞ് ക്ലോറിനേഷൻ കഴിഞ്ഞ് ആ വാട്ടറിനെ ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, എന്താണ് സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റിലെ സ്റ്റെപ്സ്? ആദ്യത്തെ പ്രോസസ് അത് പ്രിലിമിനറി പ്രോസസ്. എന്താണ് പ്രിലിമിനറി പ്രോസസ്സിലെ സ്റ്റെപ്സ്? ഈ ഓരോ പ്രോസസ്സിനും കുറച്ചധികം അല്ല, ഈ ഓരോ പ്രോസസ്സിനും ഓരോ 2 സ്റ്റെപ്പ് ഉണ്ട്, 2 അതിൽ കൂടുതലോ സ്റ്റെപ്സ് ഉണ്ട്. എന്താണ്? ആദ്യം സ്ക്രീനിങ് പ്രോസസ്. നിങ്ങൾ ആ ഫിഗറിൽ കണ്ടു. സ്ക്രീനിങ് involves removal of large square solids, inorganic materials, suspended and floating matter in sewage. ഇങ്ങനെയുള്ള ഇംപ്യൂരിറ്റീസിനെയൊക്കെ റിമൂവ് ചെയ്യാം. ലാർജ് ആൻഡ് സ്ക്വയർ സോളിഡ്സ്, ഇനോർഗാനിക് മെറ്റീരിയൽസ്, സസ്പെൻഡഡ് ആൻഡ് ഫ്ലോട്ടിംഗ് മാറ്റർ ഇൻ ദ സീവേജ് വാട്ടർ. എങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്യുന്നത്? We are passing sewage water through a bar screen or mesh screen. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രീനിന് കുറേയധികം ഹോൾസ് ഉണ്ട്. ആ ഹോൾസിലൂടെ സീവേജ് വാട്ടർ പാസ് ചെയ്യുമ്പോൾ അതിലുള്ള ഇംപ്യൂരിറ്റീസിനെ സ്ക്രീനിൽ കളക്ട് ചെയ്യുന്നു. ഈ ഇംപ്യൂരിറ്റീസ് റിമൂവ് ചെയ്തിട്ടുള്ള വാട്ടർ സ്ക്രീനിലൂടെ താഴേക്ക് പോകുന്നു. അതാണ് സ്ക്രീനിങ് പ്രോസസ്. സെഡിമെന്റേഷൻ, അതും ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. സെഡിമെന്റേഷൻ പ്രോസസ്. We are removing suspended impurities. Both organic and inorganic impurities are removed through sedimentation process, and the process is done in a sedimentation tank. ആ സീവേജ് വാട്ടറിനെ കുറച്ച് അവേഴ്സ് അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെച്ചാൽ അതിലുള്ള ഇംപ്യൂരിറ്റീസ് താഴെ സെറ്റിൽ ചെയ്യുന്നു. സെറ്റിൽ ചെയ്യാനുള്ള ഫോഴ്സ് അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് ആലം അല്ലെങ്കിൽ ഫെറസ് സൾഫേറ്റ് ഒക്കെ യൂസ് ചെയ്ത് ആ പ്രോസസ്സിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാം. The process of sedimentation can be accelerated by coagulants like alum, FeSO4, etc. ആ ഫിഗറിൽ ഉണ്ടായിരുന്നു. We are adding alum. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ആക്സിലറേറ്റിംഗ് സെഡിമെന്റേഷൻ പ്രോസസ് or coagulation.
പ്രിലിമിനറി സ്റ്റെപ്പ് പറഞ്ഞു. ഇനിയുള്ള സ്റ്റെപ്സ് നമുക്ക് 6th അവർ അടുത്ത അവർ ഡിസ്കസ് ചെയ്യാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?